39 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൊലപാതക കുറ്റം ഏറ്റുപറഞ്ഞ് ഒരു മധ്യവയസ്കൻ പോലീസ് സ്റ്റേഷനിലെത്തി. മലപ്പുറം വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി മുഹമ്മദ് അലി എന്ന 54-കാരനാണ് കുറ്റം ഏറ്റുപറഞ്ഞത്. കുറ്റബോധം ചുട്ടുപൊള്ളിച്ച് ഉറക്കം നഷ്ടപ്പെട്ടതോടെയാണ് 14-ാം വയസ്സിൽ നടത്തിയ കൊലപാതകം 39 വർഷങ്ങൾക്ക് ശേഷം ഏറ്റുപറയാൻ മുഹമ്മദ് അലി തീരുമാനിച്ചത്. താൻ അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തുപോയ കുറ്റം ജൂൺ 5-ാം തീയതിയാണ് മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി പറയുന്നത്. 1986-ൽ കൂടരഞ്ഞിയിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിനെ താൻ കൊലപ്പെടുത്തിയതെന്നായിരുന്നു മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ. കുറ്റം ഏറ്റുപറഞ്ഞതോടെ മനസ്സിലെ പാപഭാരത്തിന് ആശ്വാസമായെങ്കിലും പോലീസിന്റെ തലവേദന അവിടെ ആരംഭിച്ചു. 116/86 രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ഫയൽ പൊടിതട്ടിയെടുത്ത പോലീസിന് ഇനി കണ്ടെത്തേണ്ടത് മരിച്ചതാരാണെന്നാണ്. പാപഭാരവും നെഞ്ചിലേറ്റി നടന്ന മുഹമ്മദ് അലിക്ക് മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കഴിഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇതോടെയാണ് 14-ാം വയസ്സിൽ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്നും പറഞ്ഞ് മുഹമ്മദ് അലി പോലീസിനോടൊപ്പം കൂടരഞ്ഞിയിലെത്തി കൊല നടന്ന സ്ഥലവും കാണിച്ചു കൊടുത്തത്. 1986 നവംബർ അവസാനമായിരുന്നു സംഭവം. കൂടരഞ്ഞിയിലെ ദേവസ്യ എന്ന ആളുടെ പറമ്പിൽ കൂലിപ്പണിക്ക് നിൽക്കുമ്പോൾ 14 വയസ്സ് മാത്രമുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ അടുത്തുള്ള തോട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയെന്നായിരുന്നു ഇയാളുടെ മൊഴി. പിന്നാലെ സ്ഥലത്തുനിന്ന് ഓടിപ്പോയ മുഹമ്മദ് അലി 2 ദിവസം കഴിഞ്ഞാണ് തോട്ടിൽ മുങ്ങി അയാൾ മരിച്ച വിവരം അറിയുന്നത്. അപസ്മാരമുണ്ടായിരുന്ന ആളുടേത് സ്വാഭാവിക മരണമാണെന്ന് നാട്ടുകാരും പറഞ്ഞതോടെ പോലീസ് അങ്ങനെ തന്നെ കേസെടുത്തു. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കൾ ആരും എത്തിയതുമില്ല. തുടർന്ന് അജ്ഞാത മൃതദേഹമായി സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ കേസാണ് ഇപ്പോൾ 39 വർഷങ്ങൾക്ക് ശേഷം പോലീസിന് കുരുക്കായിരിക്കുന്നത്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ കേസെടുത്ത് റിമാൻഡ് ചെയ്യുകയും ചെയ്തു. RTO ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചും അന്നത്തെ പത്രവാർത്തകൾ നോക്കിയും മരിച്ചതാരായിരിക്കുമെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം. ഇരിട്ടി സ്വദേശിയാണെന്നും പാലക്കാട് സ്വദേശിയാണെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരു തെളിവുകളുമില്ല.